നല്ലൊരു ബൈക്കുമായിട്ടാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. നല്ല മൈലേജൊക്കെയുള്ള പാഷൻ പ്രോയാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത്. നല്ല വൃത്തിയും വെടുപ്പുള്ള ഒരു പാഷൻ പ്രോ. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം ടെസ്റ്റാണ്. അതായത് 2010 മോഡൽ വണ്ടിയാണ്. കാര്യമായിട്ടുള്ള പരിപാടികൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് ടച്ചപ്പ് പോളിഷിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടെസ്റ്റ് നടത്താൻ പറ്റുമെന്നാണ്. മാരകമായ വെനിയോ നടത്തേണ്ടി വരില്ല. ഇതൊക്കെ സാധാരണ എഞ്ചിൻ്റെ അവിടുത്തെ ബ്ലാക്ക് കളറൊക്കെ പോണത് ഒരു ചെറിയൊരു സംഭവമാണ്. പിന്നെ അങ്ങനെ പെയിൻറ്റ് നഷ്ടം എന്നൊക്കെ പറയാനായിട്ട് ഒന്നുമില്ല. ഈ സൈലൻസറിൻ്റെ അവിടുത്തെ തുരുമ്പൊക്കെ എല്ലാ വണ്ടിയും ഉള്ളതാണല്ലോ. പിന്നെ ഇത് ഇവിടുത്തെ ഒരു സംഭവമുണ്ട്. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. ടച്ച് പോളിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ടെസ്റ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ വണ്ടിക്ക് പുതിയ ഇൻഷുറൻസാണ്, പുതിയ പൊല്യൂഷൻ എടുത്തു തരും, പുതിയ 2 ടയറുകളാണ്. റിസോളിങ് ടയറൊന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്ത് സിയറ്റിൻ്റെ പുത്തൻ ടയറാണ് ഫ്രണ്ട്, അതുപോലെ തന്നെ പുത്തൻ ടയറാണ് ബാക്കിൽ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ബാറ്ററി ഉണ്ട്, സെൽഫ് സ്റ്റാർട്ടാണ്, നല്ല അടിപൊളി വണ്ടിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. 2010 മോഡലാണ്, സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത്തരം ഒരു ബൈക്ക് അത്യാവശ്യം നിങ്ങൾക്ക് പാഷൻ പ്രോയ്ക്ക് അത്യാവശ്യം മൈലേജ് ഉള്ളൊരു വണ്ടിയാണെന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്. ഈ വണ്ടി താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചു കേട്ടോ. നമ്മുടെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് ആനന്ദപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടി ഇരിക്കുന്നത്. ഇതുവരെ ഓടിയിട്ടുള്ള കിലോമീറ്റർ എന്ന് പറയുന്നത് 49,000 കിലോമീറ്ററാണ്. ഡിജിറ്റൽ മീറ്റർ വർക്ക് ചെയ്യും, മറ്റേ മീറ്റർ എല്ലാം വർക്ക് ചെയ്യും. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ സൗണ്ട് ഒന്ന് നോക്കാം കേട്ടോ. ഇനി വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ പറയുന്നതിന് മുന്നേ, അതായത് വിലയുടെ കാര്യം പറയുന്നതിന് മുന്നേ, നമ്മൾ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എല്ലാ പ്രാവശ്യം വീഡിയോയിൽ പറയാറുള്ള പോലെ വിറ്റ് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് കമൻറ്റിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴാണെങ്കിൽ തമ്പനെയിലിൻ്റെ അടിഭാഗത്തും വിറ്റ് പോയി സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇനി വാഹനത്തിൻ്റെ ഫോട്ടോസുകൾ കാണണമെന്ന് ചിലരെങ്കിലും ആവശ്യപ്പെടാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമ്മളിതേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളതിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള 4 ഫോട്ടോസിൻ്റെ ലിങ്കും അതിൽ കൊടുത്തിട്ടുണ്ടാവും. ഇനി നിങ്ങളൊന്ന് ലൈക്ക് അടിച്ച് നമ്മളിത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വല്ല വാഹനങ്ങൾ തപ്പി നടക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ പോരായ്മകളും ഗുണങ്ങളും എല്ലാ കാര്യങ്ങളും പരമാവധി ദോഷങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി നമ്മളെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. വാഹനത്തിൻ്റെ മറ്റു വിശേഷങ്ങൾ, അതായത് വിലയുടെ പ്രധാനപ്പെട്ട കാര്യം അതാണല്ലോ. 17,000 രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത്. 17,000 രൂപയിൽ നെഗോഷ്യബിൾ സാധ്യതയാണ്. നിങ്ങൾക്ക് വില പേശി മേടിക്കാൻ ആദ്യം ഒന്നും കൂടി പറയുകയാണ്, അടുത്ത വർഷം ടെസ്റ്റാണ്. എന്നാൽ എല്ലാ കാര്യങ്ങളും പുതിയതാണ്. നിങ്ങൾ പെയിൻറ്റിങ്ങിൻ്റെ സംഭവം മാത്രമാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരിക. 49,000 കിലോമീറ്ററാണ് നിലവിൽ ഇതുവരെ ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പാണ്. 2010 മോഡലാണ്. പുതിയ 2 ടയറുകളാണ്. ഇൻഷുറൻസ് പുതിയതാണ്, പൊല്യൂഷൻ പുതിയതാണ്. ഇങ്ങനെയുള്ളൊരു വണ്ടിയാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഇരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കാം, വില പേശലും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവർ വേഗം വിളിച്ചോടാ. മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ.